18 വയസ്സായ പെൺകുട്ടിക്ക് ഒടുക്കത്തെ ഡിമാൻഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം അവളുടെ സമ്പത്ത് എന്ന് പറയുന്നത് അവളുടെ പ്രറ്റ്നസ് ആണ്. പക്ഷെ ആ 18 വയസ്സായ ഒരു പെൺകുട്ടി 36 വയസ്സാകുമ്പോഴോ അവളുടെ ഡിമാൻഡ് അങ്ങനെ ഇടിഞ്ഞു പോകും. അവൾ ഒരു വിൽപ്പന ചരക്ക് മാത്രമാവും. എന്തുകൊണ്ടാണ്? കാരണം അവളുടെ പ്രറ്റ്നസ് എല്ലാം പോയി തുടങ്ങും. ആ സമയത്താണ് ഇവർ പലപ്പോഴും ഖേദിക്കാറുള്ളത്. എന്തുകൊണ്ടാണ്? അവർ ഇത്രയും കാലം ധരിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും തെറ്റായിരുന്നു എന്നുള്ള അവർക്ക് മനസ്സിലായി വന്നുകൊണ്ടിരിക്കും. കാരണം പെൺകുട്ടികൾ ഒരു സൗന്ദര്യത്തിന് വിശ്വാസത്തെക്കാൾ മുൻഗണന സാധാരണ കൊടുക്കാറുണ്ട്. അത് തെറ്റായ ഒരു കാര്യമാണ് എന്നുള്ളത് പിന്നീടേ അവരറിയുള്ളൂ. അപ്പോൾ അവർ ഖേദിക്കാൻ തുടങ്ങും. സൗന്ദര്യം എപ്പോഴും ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷന് മാത്രമേ കൊള്ളുള്ളൂ. അതിനുശേഷം അതും കൊണ്ട് യൂസ് ഉണ്ടാവില്ല എന്ന് പിന്നീടേ അവർ മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ്, തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയെ സ്വാഭാവികമായിട്ടും മിക്ക സ്ത്രീകളും അവഗണിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാച്ചാൽ അവര് ആ ചെറുപ്പകാലത്ത് അവര് സെക്യൂരിറ്റി നന്നായിട്ട് നോക്കും. അവരുടെ പേഴ്സണൽ അപ്ഗ്രേഡേഷൻ മാത്രമേ നോക്കുള്ളൂ. പക്ഷെ ഒരിക്കലും ഇമോഷൻസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. വെറും ശ്രദ്ധ കിട്ടുന്നത് ഒരു സ്നേഹമാണ് എന്ന് അവര് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. തെറ്റായ കാര്യമാണ്. കാരണം സ്ത്രീകൾ പൊതുവെ അറ്റൻഷൻ സീക്കറാണ്. അവർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലതും ചെയ്യാറുണ്ട്. ഈ സെൽഫികൾ, പല തരത്തിലുള്ള കോസ്റ്റ്യൂംസുകൾ, ലിപ്സ്റ്റിക്കുകൾ, ഇതെല്ലാം അറ്റൻഷൻ സീക്കിംഗ് ഉള്ളവരാണ് കൂടുതലും ചെയ്യാറ്. ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. അത് സ്നേഹമാണ് എന്നുള്ള പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് കുറെ കാലം കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവാറുള്ളൂ. ഒരു പെൺകുട്ടി സാധാരണ കൂടുതലും ജാട കാണിക്കും. അങ്ങനെ ജാട കൂടുതൽ കാണിച്ച് നല്ലൊരു വ്യക്തിയെ അവര് നഷ്ടപ്പെടുത്താറുണ്ട്. അവർക്കൊരു ഡിമാൻഡ് കുറയുമ്പോൾ മാത്രമേ ഈ ജാട അവർക്ക് കമ്മിയാവുകയുമുള്ളൂ. ഞാൻ വെറുതെ ജാട കാണിച്ചു എന്ന് തോന്നൽ അവർക്ക് അപ്പോഴേ ഉണ്ടാവുകയുമുള്ളൂ. ഒരു സെക്യൂരിറ്റിയെക്കാട്ടിലും ആവേശത്തിന് അവർ കൂടുതലും പ്രാധാന്യം നൽകാറുണ്ട്. അതായത് എക്സൈറ്റ്മെന്റ്. അവർക്ക് ആ എക്സൈറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ അവര് ആ വഴിക്ക് ചിലപ്പോൾ തിരിഞ്ഞു നോക്കില്ല. അവർക്ക് ആ സെക്യൂരിറ്റി എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. കാരണം നല്ലൊരു അച്ഛനുള്ള ഒരു പെൺകുട്ടി ഓൾവേസ് സെക്യൂർഡ് ആയിരിക്കും. അവൾക്ക് ആ സെക്യൂരിറ്റി എന്താണെന്ന് അറിയില്ല. അതില്ലാണ്ടാവുമ്പോൾ അവൾക്ക് ആ സെക്യൂരിറ്റി എന്താണെന്ന് അറിയുള്ളൂ. അപ്പോഴേക്കും കാലങ്ങൾ കുറെ കഴിഞ്ഞിട്ടുണ്ടാവും. അവൾ ആ സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവൾ ആ എക്സൈറ്റ്മെന്റ് പുറത്ത് ഓരോന്ന് കാട്ടിക്കൂട്ടിയും കൊണ്ടേയിരിക്കും. ഈ സ്ത്രീകളാണ് കൂടുതലും പറയുക ജീവിതം ആഘോഷിക്കാനുള്ളതാണ് എന്നത്. പുരുഷന്മാരും അങ്ങനെ തന്നെ, ജീവിതം ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് ആഘോഷം മാത്രമാക്കരുത്. ഇത്രയും കാലം ആഘോഷിച്ചതും ദൂർത്തടിച്ചതും ഒക്കെ വെറുതെ ആയി എന്ന് തോന്നല് പിന്നീടേ അറിയുകയുള്ളൂ. അടുത്ത, പണത്തെക്കാട്ടിലും വലുത് ഒരാളുടെ പരിശ്രമമാണ് വലുത് എന്ന് സ്ത്രീകൾ വളരെ വൈകിയാണ് തിരിച്ചറിയാറുള്ളത്. പണം തന്നെയാണ് എല്ലാം, പണമാണ് എല്ലാം. പണം കൊണ്ട് എല്ലാം ഇവിടെ നേടാൻ പറ്റും. പക്ഷെ പലരുടെയും പരിശ്രമത്തിലൂടെയാണ് പല കാര്യങ്ങളും ഉണ്ടാവുന്നത്. അവരുടെ പരിശ്രമത്തിലൂടെയാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടുന്നത് എന്നൊന്നും സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല. സ്ത്രീകൾക്ക് സ്വർണം വേണം. ആ സ്വർണം ഉണ്ടാവണമെങ്കിൽ ഒരു സ്ത്രീ അധ്വാനിക്കണം. ഒരു സ്ത്രീ അധ്വാനിച്ച് സ്വർണം വാങ്ങണത് കണ്ടിട്ടില്ല. ഒരു സ്ത്രീ അധ്വാനിച്ച ഡ്രസ്സ് വാങ്ങുകയായിരിക്കും, പക്ഷെ സ്വർണം വാങ്ങാറില്ല. അവൾക്ക് സ്വർണം വേണം, പക്ഷെ അതൊരു പുരുഷൻ വാങ്ങിക്കൊടുക്കണം. സ്ത്രീകൾ പൊതുവെ എല്ലാം തികഞ്ഞവനെ ചൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഗായിനെ ചൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരിക്കും. ഒരിക്കലും ഒരു സ്ത്രീകൾക്ക് പെർഫെക്റ്റ് ആവാൻ കഴിയില്ല. അപ്പൊ ഒരു പെർഫെക്റ്റ് ഗായിന്റെ കൂടെ ഇരിക്കുമ്പോൾ അവൻ നൈസ് ഗായി ആവും. നിങ്ങൾ കാലക്രമേണ അവരെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പുരുഷനെ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈഗോലെസ് ആയിട്ട് താഴ്ന്നു കൊടുക്കാറുണ്ട്. അങ്ങനെ പെർഫെക്ഷൻ നോക്കുമ്പോൾ നിങ്ങളൊരു യഥാർത്ഥ പുരുഷനെ നിങ്ങൾ കാണാതെ പോകുന്നുണ്ട്. സ്ത്രീകൾ വാക്കുകളിൽ പരമാവധി ഇംപ്രസ് ആവാറുണ്ട്. അതും കൊണ്ടാണ് ഫ്ലർട്ട് ചെയ്യണ ബോയിന്റെ അടുത്ത് മിക്കപ്പോഴും ഇഷ്ടം അവർ പറയുന്നത്. അവര് പ്രവൃത്തി ശ്രദ്ധിക്കാറില്ല. സ്ത്രീകൾക്ക് പ്രവൃത്തി അറിയേണ്ട ആവശ്യവുമില്ല. ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ മനസ്സിലാവുള്ളൂ അവൻ വെറും പറച്ചില് മാത്രമാണ് എന്നത്. കാരണം അങ്ങനെ ലോജിക്കോടെ ചിന്തിക്കാനുള്ള കഴിവ് സ്ത്രീകൾക്ക് ഇല്ല. അങ്ങനെ കഴിവുണ്ട് പറഞ്ഞിട്ട് വാദിക്കണവര് കൂടുതലാണ്. പക്ഷെ അത് നിങ്ങളുടെ ബ്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയണം. നിങ്ങൾ സെക്യൂരിറ്റി ഇല്ലാത്ത ടൈമിൽ മാത്രമേ സ്ത്രീകൾ ലോജിക്കോടെ ചിന്തിക്കാറുള്ളൂ. സ്ത്രീകൾക്കൊരു വിചാരമുണ്ട്, എനിക്ക് അവനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളത്. തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ഒരു പുരുഷന് അവനവനായിട്ട് ഇരിക്കാനേ എപ്പോഴും കഴിയുള്ളൂ. അവര് വേണിച്ച നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയായിരിക്കും. ആ അഭിനയം മാക്സിമം പോയ ഒരു 1.5 കൊല്ലോ 2 വർഷമേ നിൽക്കുള്ളൂ. അങ്ങനെ ആ 2 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവനായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മുന്നിലുള്ള അഭിനയം നിർത്തും. അപ്പോൾ നിങ്ങൾ കാണുന്ന പെർഫെക്റ്റ് ഗൈ അവനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തായാലും ബാക്ക് ഔട്ട് ആവും. നിങ്ങൾ വേണിച്ചാൽ അവരെ ഒഴിവാക്കും. നിങ്ങൾക്ക് അവരെ മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്കൊരു പുരുഷനെ മാറ്റാൻ കഴിയില്ല.
നിങ്ങൾ അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല, അവൻ അങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നെക്സ്റ്റ്, സ്ത്രീകൾ പലപ്പോഴും പുരുഷന്റെ സെൽഫ് റെസ്പെക്ട് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പുരുഷന് അവൻ്റെതായ ഒരു സെൽഫ് റെസ്പെക്ട് നിങ്ങൾ കൊടുക്കുക തന്നെ വേണം. അതിനെ ചവിട്ടി താഴ്ത്താൻ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ ആദ്യം ഒന്ന് താഴ്ന്നു തരികയായിരിക്കും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മെയിലിൻ്റെതായ ഒരു ഈഗോ ഉണ്ട്, അതിൽ തൊട്ട് കളിച്ചാൽ അവന് പൊള്ളും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോണ അപകടം വളരെ കൂടുതലായിരിക്കും. ഒരു സ്ത്രീ ഒറ്റപ്പെട്ടാൽ ആ ലോൺലിനെസ് ഒരു മരുന്നായിട്ട് റിലേഷൻഷിപ്പിൽ എൻഗേജ് ആവുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാൽ ഒറ്റപ്പെട്ടിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. സ്ത്രീകൾ പലപ്പോഴും ഒറ്റപ്പെടാറില്ല, അത് ഇതുപോലത്തെ കാര്യങ്ങളിലാണ്. ഒരു എക്സിനെ മറക്കാൻ വേറൊരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ സ്ത്രീകൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം രണ്ടും ഫ്ലോപ്പ് ആവുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ വളരെ വൈകിയേ അറിയുള്ളൂ. നെക്സ്റ്റ്, സോഷ്യൽ മീഡിയ അറ്റൻഷൻ, സ്റ്റോറി അറ്റൻഷൻ ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ ജെന്യുവൻ ആണ് എന്ന് സ്ത്രീകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. തെറ്റായ ഒരു കാര്യമാണ്. ആണുങ്ങൾ അങ്ങനെയല്ല, അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ താല്പര്യവും ഉണ്ടാവില്ല. അങ്ങനെ അവർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും നിങ്ങൾ പാർട്ട്ണറെ ജലസാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗെയിം കളിക്കാൻ പാടില്ല. ആ ജലസ് ഭാവിയിൽ എന്തായാലും തകർച്ചയിലേക്കേ പോവുള്ളൂ. അങ്ങനെ ജലസ് കൂട്ടാൻ പാടില്ല, അങ്ങനെ ഏഷണി കൂട്ടാൻ പാടില്ല. അതും തകർന്നു കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത തെറ്റായി പോയി എന്ന് നിങ്ങൾ ഖേദിക്കും. അങ്ങനെ ഒരു ടൈം എന്തായാലും നിങ്ങൾക്ക് വരും. അതുപോലെ തന്നെ പുരുഷനോട് പറയാനുള്ളത്, ഒരു സ്ത്രീ വിളിക്കുമ്പോൾ നിങ്ങൾ ടു അവൈലബിൾ ആവാൻ പാടില്ല. അവർ വിളിക്കുമ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ നിങ്ങളെ അവർ എന്തായാലും വില വയ്ക്കുകയില്ല. അങ്ങനെ ഒരു സ്ത്രീന്റെ കൂടെ എപ്പോഴും ഒരു പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷന് ഒരു വിലയും ആ സ്ത്രീ കൽപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകൾ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കും. അത് നല്ലൊരു കാര്യമാണ്. പ്രണയിക്കുമ്പോൾ എപ്പോഴും ബുദ്ധി ഉപയോഗിച്ച് വേണം പ്രണയിക്കാൻ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കാണ്ട പ്രണയമാണ് ഏറ്റവും വലുത് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ച രണ്ടുപേരും കൂടി ചിലപ്പോൾ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വയറ് വെച്ചുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പ്രണയം വരില്ല. അവിടെ പണം തന്നെ വേണം. നിങ്ങൾക്കൊരു സ്ത്രീയെ സഹായിക്കണമെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിയോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ആണെങ്കിൽ മാത്രം നിങ്ങൾ സഹായിക്കുക. ഇത് മൂന്നും അല്ലാത്ത ഒരു സ്ത്രീയെ നിങ്ങൾ സഹായിക്കാൻ പോകരുത്. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പണം, നിങ്ങളുടെ അംബിഷൻ ഒന്നും സാക്രിഫൈസ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ആകുമ്പോൾ അവന്റെ ബോയ് ഫ്രണ്ട് അങ്ങനെയാണ്, അവന്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ഇങ്ങനെയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, അല്ലാണ്ട് മാറ്റാൻ ശ്രമിക്കരുത്. ഓരോ ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയർ അതൊരു പാഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് റൊമാൻറ്റൈസൈസ് ചെയ്യരുത്. അത് പാഷൻ അല്ല, അത് ടോക്സിക് ആണ്. അത് ഒഴിവാക്കുക തന്നെ വേണം. പിന്നെ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചാൽ ആ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും പോകാൻ പാടില്ല. കാരണം നിങ്ങളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ വീണ്ടും കാണുകയാണെങ്കിൽ ആ സിനിമയുടെ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാം. നിങ്ങൾ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് വീണ്ടും തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നത്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ വീണ്ടും പോകരുത്.